എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കടാ പൊന്നുമോനെ. മരിക്കണ്ടേടാ, ഒരു ദിവസം മരിക്കണ്ടേ. ഞാനിപ്പോ വരുന്നത് ഒരു മരണ വീട്ടിൽ നിന്ന്. അള്ളാഹുവെ പടച്ചവനെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മാസം 18-ാം തീയതി ഞാനിവിടെ അടുത്ത് വയലിന് വന്നപ്പോ അള്ളാഹുവെ മംഗലാപുരത്തൊരു ഹോസ്പിറ്റലിൽ കടന്നുപോയി. 19 വയസ്സുള്ള ഒരു പെണ്ണുമോള് ബ്രെയിൻ ട്യൂമർ പിടിച്ചിട്ട് ഒരുപാട് സർജറികൾ കഴിഞ്ഞു. അള്ളാഹുവെ 60-61 ദിവസമായിട്ട് ഒറ്റക്കടപ്പ. മൂക്കിലൊരു പൈപ്പ് വിട്ടുണ്ട്, ഈ കഴുത്തിലൊരു പൈപ്പ് കുത്തി ഇറക്കിയിട്ടുണ്ട്. അള്ളാഹുവെ കൂടെ വന്ന ഫാറൂഖ് എന്ന് പറയുന്ന സഹോദരൻ കാണിച്ചു തന്നു, ഉസ്താദെ ഇതാണ് ആ കുട്ടി. അള്ളാഹുവെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന പൊന്നുമോൾ. അള്ളാഹുവെ ഒറ്റക്കടപ്പ ചെറുപ്പക്കാരാ. മോനെ കളിച്ചു ചിരിച്ച് തന്റെ കൂട്ടുകാരുടെ കൂടെ പഠിക്കാൻ പോയി കളിച്ചു ചിരിച്ചിടുന്ന പൊന്നുമോൾ. അള്ളാഹുവെ അവസാനം ഞാൻ ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദെ ഖുർആൻ ഓതുമ്പോ കണ്ണു തുറക്കും, ഖുർആൻ ഓതുമ്പോ കണ്ണു തുറക്കും, ഒന്നും സംസാരിക്കാറില്ല, ഒന്നും മിണ്ടാറില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ എന്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോയേക്കാൻ. വീട്ടിൽ കൊണ്ടുപോ, എന്തിനാ ഇവിടെ ഇട്ടിരിക്കണേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് രാത്രി തന്നെ അവര് വീട്ടിൽ കൊണ്ടുപോയി. പിറ്റേ ദിവസം രാവിലെ ആ പൊന്നുമോള് മരണപ്പെട്ടു പോയി. അള്ളാഹു ആ പൊന്നുപെങ്ങൾക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതമൊക്കെ ഇത്രയേ ഉള്ളടാ ചെറുപ്പക്കാരാ. ഇന്നലെ ഞാൻ മലപ്പുറം ജില്ലയിൽ വയലു പറയുമ്പോ ഒരു സഹോദരൻ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദെ 1 വയസ്സേ ഉള്ളൂ ഉസ്താദെ, 1.25 വയസ്സുള്ള എന്റെ കുഞ്ഞ് വീടിന്റെ മുറ്റത്ത് വെച്ചിരുന്ന ബക്കറ്റിലെ വെള്ളത്തിന്റെ അകത്ത് വീണു മരിച്ചുപോയി ഉസ്താദെ. ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദര. ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദെ ദുആ ചെയ്. വീടിന്റെ മുന്നിൽ വെച്ചിരുന്ന ബക്കറ്റിന്റെ അകത്ത് വെള്ളമുണ്ടായിരുന്നു. ആ വെള്ളത്തിന്റെ അകത്ത് വീടിന്റെ മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരുന്ന തന്റെ പൊന്നാര 1.25 വയസ്സുള്ള മകൻ അതിനകത്ത് തലകീഴായി വീണു മരിച്ചുപോയി ഉസ്താദെ. മോനെ, ഇത്രയുള്ളടാ ജീവിതത്തിന്റെ വില, ഇത്രയുള്ള നമ്മുടെ ആയുസിന്റെ വില. മോനെ, നീ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കടാ ചെറുപ്പക്കാരാ. അള്ളാഹിനെ പേടിച്ച് ജീവിച്ച അല്ല നല്ല മരണം തരും, അള്ളാഹു നല്ല മരണം തരും. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിക്ക്, അള്ളാഹിനെ പേടിക്ക്. നാട്ടുകാരെ പേടിക്കുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ എന്തേടാ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹ് കാണുന്നുണ്ടെന്നുള്ള ചിന്ത എന്തേ നമുക്കില്ലാതെ പോയത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഇന്ന് പാർക്കിൽ പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ ചുവട് കിട്ടിയാൽ ആണും പെണ്ണും കൂടെ ഇരുന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണും പെണ്ണും ഒരു കൊടയുടെ കീഴിൽ, ആരും കാണാനില്ലെങ്കിൽ അള്ളാഹുവേ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു മനുഷ്യൻ നടന്നു വന്നാൽ ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയുവോ? ഒരാണും പെണ്ണും കൂടെ നമ്മൾ റൂമിന്റെ അകത്തിരുന്ന് മൊബൈൽ കുത്തുന്നു, മൊബൈലിലൂടെ ആവശ്യമില്ലാത്തത് കാണുന്നു, അല്ലെങ്കിൽ കാമുകിയോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒന്ന് കയറി വന്നാൽ നമ്മൾ പെട്ടെന്ന് നേരെയിരിക്കും. മരത്തിന്റെ ചുവട്ടിൽ കാമുകനും കാമുകിയും കൂടെ കെട്ടിപ്പിടിച്ച് ചുംബനം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് വാച്ച്മാൻ കടന്നു വന്നത്. ഉടനെ രണ്ടുപേരും മാറിയിരിക്കും. നീ ചിന്തിച്ചു നോക്ക്, കേവലം ഒരു വാച്ച്മാനെ കണ്ടപ്പോ നീ ആ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞു. എന്നാൽ അല്ല ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നില്ലേടാ. ആ വാച്ച്മാന് കൊടുത്ത് ആ വാച്ച്മാനെ പേടിച്ച പേടി അള്ളാഹിനെ നെടുത്ത് നിനക്കില്ലാതെ പോയല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്ക്, പടച്ചവനെ പേടിച്ച് ജീവിക്കടാ. ഇതെല്ലാം അള്ളാഹു പിടിച്ചു നിർത്തിയിട്ട് എണ്ണി ചോദിക്കുന്ന ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ടല്ലോ. ഞാൻ ചെയ്തു കൂട്ടിയത് മുഴുവനും അള്ളാഹു എന്നോട് പിടിച്ചു നിർത്തി ചോദിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഞാനത് മറുപടി പറയണമല്ലോ. ഈ ചെയ്തു കൂട്ടിയതിന് മുഴുവനും അള്ളാഹുവിനോട് ഞാൻ മറുപടി പറയേണ്ട ഒരു ദിവസം എനിക്ക് വരാനുണ്ടല്ലോ. എന്തേടാ മോനെ ചിന്തിക്കാത്തത്? കള്ളു കുടിക്കുമ്പോ, കഞ്ചാവടിക്കുമ്പോ, മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോ, നിനക്കിഷ്ടപ്പെടുന്ന രീതിയിൽ തോന്നിവാസങ്ങൾ കാണിച്ച് ജീവിക്കുമ്പോ നീ എന്തേ ചിന്തിക്കാത്തത്? അല്ല ഇതെല്ലാം കാണുന്നുണ്ട്. അള്ളാഹു നാളെ എന്നോട് ഇതെല്ലാം പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുമ്പോ ഞാനിതിന് മറുപടി പറയണമല്ലോ എന്നുള്ളൊരു ചിന്ത നിനക്ക് എന്തുകൊണ്ടില്ലാതെ വരുന്നു? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക്, അള്ളാഹിനെ പേടിച്ച് ജീവിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പെങ്ങളെ, ഉസ്താദന്മാരെ കാണുമ്പോൾ തലമറയ്ക്കാൻ നിനക്ക് വല്ലാത്ത ഉത്സാഹമാണ്. ഉസ്താദന്മാരെ കാണുമ്പോ തലമറയ്ക്കുകയാണ്. എന്തിനാ പെങ്ങളെ ഉസ്താദിനെ കാണുമ്പോൾ തലമറയ്ക്കുന്നത്? ഉസ്താദ് അള്ളയൊന്നുമല്ലല്ലോ, പക്ഷെ അള്ള കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. അതുകൊണ്ട് പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കൂ. അങ്ങനെ പടച്ചറപ്പിനെ പേടിച്ച് ജീവിച്ചാ അല്ലാഹു നിനക്കൊരു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്